നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗർ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്, ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. അതിന് നിങ്ങളൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രേ ഡിവോഴ്സ് ആണ്. ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നതിന് നമുക്കറിയാം, ഒരു ലീഗൽ ഒരു കാര്യം അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ട് നമ്മൾ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ, നമ്മളൊരു ലൈഫിന്റെ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ സെപ്പറേറ്റഡ് ആകുന്ന ഒരു പ്രോസസ്സാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്ന് പറയുന്നത് ഒരു 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 വ്യക്തി ഒരു 20 to 30 ഇയേഴ്സിന് മുകളിൽ ഒരാളുടെ ഒപ്പം തൻ്റെ ജീവിതം പങ്കിട്ടുകൊണ്ട് ജീവിച്ചിട്ട് പിന്നീട് അയാൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് നമ്മൾ ഈ ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് സെപ്പറേഷൻ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ആരെങ്കിലും ആ സമയത്തൊരു ഡിവോഴ്സിനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. കാരണം ഒരു ഗ്രേ ഡിവോഴ്സിൽ എപ്പോഴും ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി അത്രയും നാളും അങ്ങനെ ജീവിച്ചിട്ട് അയാൾ പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ച് പല കാര്യങ്ങളെയും അതിൻ്റെ വരുംവരായികളൊക്കെ ചിന്തിച്ചെടുക്കുന്ന, അതാണ് ഒരു മെച്യൂർഡ് പേഴ്സന്റെ ലെവലിൽ നിന്നിട്ടാണ് ആ ഡിവോഴ്സിലേക്ക് അവർ പോകുന്നത്. അല്ലാതെ പെട്ടെന്ന് ചാടി കയറി എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കില്ല. ഇതിനെ പ്രോപ്പർ വേ ഒരാളുടെ പാർട്ട്ണറായിട്ട് ജീവിച്ചിട്ട് അയാൾ അത്രയും വർഷം അയാളുടെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്ത് അയാൾ അങ്ങനെ ജീവിച്ചിട്ട് അയാൾ ഒരു ദിവസം അയാൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വി ഓൾ നീഡ് ടു റെസ്പെക്ട് ദറ്റ് ഡിസിഷൻ, ബിക്കോസ് ദറ്റ് പേഴ്സൺ മസ്റ്റ് ഹാവ് അണ്ടർഗോൺ സോ മച്ച് ഓഫ് ട്രോമാസ് ആൻഡ് അബ്യൂസേഴ്സ് ഓർ വാട്ട് എവർ. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അയാളുടെ പാഷനും ഒക്കെ അയാൾക്ക് നോക്കേണ്ടതായിട്ട് വരുമായിരിക്കാം. പക്ഷേ ഈ ഗ്രേ ഡിവോഴ്സിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ലോജിക്കലായിരിക്കും. ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഈ ചെറുപ്പകാലത്തിലെ പോലത്തെ പല ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനം അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഗ്രേ ഡിവോഴ്സിൽ വളരെ പക്വതയോടുകൂടിയായിരിക്കും പലപ്പോഴും ആ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ പലപ്പോഴും ചില ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രേ ഡിവോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇപ്പം ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് നമ്മൾ ചോദിക്കും ചിലർ. ഇനി ചിലർ ചോദിക്കും, ഇത്രയൊക്കെ സഹിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ ഇപ്പം പണ്ടത്തെ പോലത്തെ എത്രയൊന്നുമില്ല, കുറച്ചുകൂടെ അങ്ങ് സഹിക്കുന്നതിന് എന്താ, ഇപ്പം ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്തോന്ന് ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയത്. ഇവരോട് എനിക്ക് ഒരൊറ്റ ക്വസ്റ്റിനെ ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും അസുഖമായിട്ടോ വളരെയേറെ അസുഖം പിടിച്ചോ വേദനയിലോ കഴിയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലും നിങ്ങൾ ചോദിക്കുമോ, ഇനി ഇത്രയൊക്കെ സഹിച്ചില്ലേ, കുറച്ചുകൂടെ അങ്ങ് സഹിച്ചങ്ങ് ജീവിച്ചൂടെ, എന്തിനാ നമ്മൾ ഇനി ഓരോ പൈസ മുടക്കി ഓരോ ട്രീറ്റ്മെന്റിനും അതിനും ഒക്കെ പോകുന്നത്, ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിന്റെ വേദന എന്ന് പറയുന്നത് ദേഹത്തിന്റെ വേദനയെക്കാളും വലുതാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ഇച്ഛാഭംഗങ്ങളും അവരുടെ പല കാര്യങ്ങളും നമുക്കാർക്കും അറിയില്ല ഒരു വ്യക്തി എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നതെന്ന്. അപ്പൊ ആ വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്കിത് പണ്ട് മുതലേ നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്രേ ഡിവോഴ്സ്. അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുകയാണ്, ഇനി എനിക്കിതിൽ കൂടുതൽ വയ്യ, സഹനത്തിന്റെ ഒക്കെ ഒരു അറ്റമൊക്കെ കണ്ടു, ഇനി എനിക്ക് അങ്ങോട്ട് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് തോന്നുന്നു എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും, എനിക്ക് കുറച്ചു കാലമെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടെ ഇരിക്കണമെന്നൊരു ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേ ഡിവോഴ്സിന് സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഗ്രേ ഡിവോഴ്സിൽ പല സ്റ്റേജസിൽ ആൾക്കാർ ഗ്രേ ഡിവോഴ്സ് എടുക്കും. ഗ്രേ ഡിവോഴ്സിൽ നമുക്ക് സിൽവർ ഡിവോഴ്സ് ഉണ്ട്. സിൽവർ എന്ന് പറയുന്നത് സിൽവർ ജൂബിലി പോലെ 25 വർഷം കഴിഞ്ഞിട്ട് ആര് ഡിവോഴ്സിലേക്ക് പോകുന്നു അവരെ നമ്മളൊരു സിൽവർ ഡിവോഴ്സ് എന്നാണ് പറയുക. ഗ്രേ ഡിവോഴ്സിൽ സിൽവർ കാറ്റഗറിയാണത്. ഇനി ഗ്രേ ഡിവോഴ്സിൽ ഗോൾഡൻ കാറ്റഗറി ഉണ്ട്, വിച്ച് ഈസ് നമുക്കറിയാം ഗോൾഡൻ കാറ്റഗറി എന്ന് പറയുന്നത് 50 years ആണ്. അപ്പോൾ ആ 50 years ഒക്കെ കഴിഞ്ഞിട്ടും ആൾക്കാർ ഡിവോഴ്സിന് പോകുന്ന ആൾക്കാരുണ്ട്. സോ ഐ കാൺ ടോളറേറ്റ്. നൗ ഇറ്റ് ഇസ് 50 years. നൗ ഐ ഹാവ് ബീൻ സ്ട്രഗ്ലിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ്. പിന്നെ ഡയമണ്ട് എന്ന് പറയുന്നത് വളരെ റെയറാണ്, വിച്ച് ഇസ് 60 years. ആൻഡ് പിന്നെ പ്ലാറ്റിനം എന്ന് പറയുന്നത് കണ്ടെത്താൻ വളരെ പാടാണ്, 70 years ആണ്. അതുവരെയൊക്കെ ഒരു വ്യക്തി 90 years ഒക്കെ, ഇപ്പോൾ ഒരു 18 years കല്യാണം കഴിഞ്ഞാൽ ശരിയാണ്, ചിലപ്പം 88 ചിലപ്പം അങ്ങനെ ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഓരോ ലെവൽസിലും നമുക്ക് കാണാൻ പറ്റും ഗ്രേ ഡിവോഴ്സിൽ ആൾക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ 25 years എന്ന് പറയുന്ന ഒരു 20 years എന്ന് പറയും. 20 years കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ഗ്രേ ഡിവോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. 20 years എബവ് വരുന്ന ഏത് ഡിവോഴ്സിനെയും ഗ്രേ ഡിവോഴ്സ് എന്ന് പറയാം. അതിനകത്ത് തീർച്ചയായിട്ടും വളരെ ലോജിക്കലായിട്ടുള്ള റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് വ്യക്തികളുടെ സ്വതന്ത്രമായ തീരുമാനമാണ്. അതിനകത്തേക്ക് കൂടുതൽ കയറിയിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞ് കൊളവാക്കേണ്ട കാര്യമില്ല.
അവരുടെ മക്കളെയൊക്കെ അവർ ആയ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചിട്ട് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ്. കാരണം അവരുടെ ഡ്യൂട്ടി എല്ലാം അവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ അങ്ങനെ ഡിവോഴ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലീഗലി ഉള്ള 2 ടൈപ്പ് അതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊന്നെന്ന് പറയുന്നത് ലീഗൽ ഡിവോഴ്സ് തന്നെയാണ്. ലീഗൽ ഡിവോഴ്സിൽ നമ്മൾ നോക്കുന്നത് അവിടെ നമ്മൾ കോർട്ടിൽ പോകുന്നു, ചിലപ്പോൾ നമ്മൾ മ്യൂച്വൽ എഗ്രിമെന്റിൽ പോകുന്നു, അതല്ലെങ്കിൽ നമ്മൾ കണ്ടസ്റ്റ് ചെയ്താണെങ്കിലും നമ്മൾ ലീഗലി ഞങ്ങൾ 2 പേരും കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോരുന്നു. അപ്പം 2 പേരും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് മാറും, തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ലീഗലി ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാത്ത അവസ്ഥയിലാണ് അത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രൊസീജിയേഴ്സും അതെങ്ങനെയാണ്. പിന്നെ നമ്മൾ ലീഗൽ സെപ്പറേഷൻ ഉണ്ട്. ലീഗലി ഞാൻ സെപ്പറേറ്റഡ് ആകുന്നു, ഞാനും ഈ മനുഷ്യനും തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഉണ്ടായിരിക്കില്ല, പക്ഷെ ഞങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അത് അങ്ങനെ തന്നെ കിടക്കും. കാരണം അതിനകത്ത് ചിലപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മുടെ കാലശേഷം അങ്ങനെ വരുന്നു. അതിനകത്ത് ആർക്ക് എന്ത് എന്നുള്ള ഒരു കാര്യത്തിലേക്കൊന്നും നമ്മൾ അധികം പോകില്ല. നമ്മൾ സെപ്പറേറ്റഡ് ആകുന്നു, അത് ലീഗലി നമ്മളത് കോൺട്രാക്ച്വൽ ആക്കുന്നു. അങ്ങനെ നമുക്ക് ലീഗൽ സെപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലീഗലി പോകാത്ത വേറെ 2 പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റഡ് ആകുന്നു. ഞാൻ ഇനി മുതൽ ഇല്ല, നമ്മൾ ലീഗാലിറ്റീസിലേക്കൊന്നും കിടക്കുന്നില്ല. ഇനി മുതൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ കേരളത്തിൽ ജീവിച്ചോ, ഞാൻ വേണമെങ്കിൽ ബോംബെ ജീവിച്ചോളാം, അല്ലെങ്കിൽ ഡൽഹി ജീവിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ എബ്രോഡ് പോകുന്നു. ഞാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഗോയിങ് ടു ബി ഫിസിക്കലി ഓർ മെന്റലി പ്രസന്റ് വിത്ത് യു എന്നുള്ള രീതിയിൽ നമ്മൾ സെപ്പറേറ്റഡ് ആകുന്ന ഒരു പ്രോസസ്സാണ് ആ ഒരു ലീഗലി അല്ല, ബട്ട് ഐ എം സെപ്പറേറ്റഡ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അവർക്ക് ലീഗലാക്കാം, ലീഗലി ഡിവോഴ്സിലേക്കോ ലീഗൽ സെപ്പറേഷനിലേക്കോ അവർക്ക് പോകാം. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ. അതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഈ ഒരു പക്വതയും മെച്യൂരിറ്റിയൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ ആ ഒരു ഗ്രേ ഡിവോഴ്സിന്റെ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് മോസ്റ്റ്ലി കിട്ടിയിരിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒഴിമുറി എന്ന് പറയുന്നത് പണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഞാൻ ഇവിടുന്ന് ഞാൻ ഇനി മുതൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഇതിലേക്കില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു തരും. അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോൾ മീ, ഐ വിൽ ബി ദെയർ, ഐ വിൽ give you the support what is required, but I am not going to be your life partner or going to stay with you. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ഇതൊന്നുമില്ല. നിങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കോൾ മീ, ഐ വിൽ ബി ദെയർ. ഓൾസോ നമ്മൾ പറയും ഈ ഒഴിമുറിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ അവർ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണവും നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. ഇനിയിപ്പോൾ എൻ്റെ വീടാണ്, ഈ വീട്ടിൽ നിങ്ങൾക്ക് വേണേൽ താമസിക്കാം, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന മുറി ഒഴിഞ്ഞിരിക്കുന്നു, എനിക്കിനി നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വീട്ടിൽ തന്നെ വേണേൽ നമുക്കത് സെപ്പറേറ്റ് ആയിരിക്കാം. അതല്ല നമുക്ക് പുറത്താണെങ്കിലും നമുക്ക് അങ്ങനെ ഇരിക്കാം. പക്ഷേ ആവശ്യങ്ങൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ ആവശ്യങ്ങളിൽ നമ്മളിപ്പം നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും രീതിയിൽ അത് പ്രായമൊക്കെ ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ആവശ്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം. അതിനുള്ള എന്താ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. കുട്ടികളുടെ കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ഒപ്പം നിൽക്കും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അത് സെപ്പറേഷനിലും ഡിവോഴ്സിലും എല്ലാത്തിനകത്തും നമ്മൾ അങ്ങനെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇപ്പോൾ കുട്ടികളുടെ കല്യാണം വന്നു, ഇപ്പോൾ നമ്മൾ ഡിവോഴ്സ് ആണെങ്കിൽ പോലും parents will come and they will just say, okay, this is our my child's marriage. അങ്ങനെ പറയാം, ഇറ്റ് ഈസ് മൈ സൺസ് മാരേജ് ഓർ മൈ ഡോട്ടേഴ്സ് മാരേജ് എന്ന് പറയുന്നിടത്ത് അവർ 2 പേരും വരുന്നു, അത് മാന്യമായിട്ട് രീതിയിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കേണ്ടത്. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോടുകൂടി പാർട്ട്ണർഷിപ്പ് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ട്, വളരെ സെൻസിബിൾ ആയിട്ട്, വളരെ ലോജിക്കലായിട്ട് തന്നെയാണ് അത് നടക്കേണ്ടത്. ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ ഗ്രേ ഡിവോഴ്സിൽ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഗ്രേ ഡിവോഴ്സ് എപ്പോഴും ഒരു ലോജിക്കലിൻ്റെ പുറത്ത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും അവരെടുക്കുന്നത്. അവരുടെ ജീവിതത്തിൽ 10-20 വർഷങ്ങൾ ജീവിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ തോന്നുകയാണ്, ഇല്ല ഇതിനി മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് ശരിയാവില്ല, ഐ വാണ്ട് ടു മേക്ക് ദിസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഒഫീഷ്യലി, യു ക്യാൻ ലീഗലി യു ക്യാൻ ടെൽ, ഓർ യു ക്യാൻ ഒഫീഷ്യലി യു ക്യാൻ ടെൽ പീപ്പിൾ ദാറ്റ് വി ആർ സെപ്പറേറ്റഡ്, വി ആർ നോ ലോങ്ങർ പാർട്ട്നേഴ്സ് ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിങ്ങനെയാണ് സാധാരണ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആരെന്ത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഇത്രയൊക്കെ സഹിച്ചില്ലെന്ന് വെച്ചാൽ എന്തിനാണ് പിന്നെയും സഹിക്കാൻ പറയുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ വേദന കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വേദനയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടുക എന്നുള്ളത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളൂ. അല്ലാതെ നിങ്ങളോട് ഇത്രയൊക്കെ സഹിച്ചില്ല, നീ കുറേ കൂടെ അങ്ങോട്ട് സഹിക്കുമെന്ന് പറയുന്നവർക്ക് ഐ ഡോണ്ട് തിങ്ക് ദേ ആർ തിങ്കിങ് ഇൻ എ പ്രോപ്പർ വേ ഫോർ യുവർ വെൽ ബീയിങ്. അവർ ചിലപ്പം ചിന്തിക്കുന്നത് സമൂഹം മറിച്ചത് അതൊക്കെ ആയിരിക്കും. പക്ഷേ when they look at your life and if they are really wanted your
well-being then and your happiness, then they should be with you. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോടും തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ തന്നെ ചോദിക്കണം, എന്നോട് താല്പര്യമുണ്ടെങ്കിൽ, എന്നോട് എൻ്റെ വെൽബീയിങ്ങും എൻ്റെ ഹാപ്പിനെസ്സും ആഗ്രഹിക്കുന്നെങ്കിൽ യു ഷുഡ് ബി ആസ്കിങ് മീ വാട്ട് ഐ വാണ്ട്, അല്ലേ? എനിക്കെന്ത് വേണമെന്ന് ചോദിച്ചിട്ടല്ലേ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവോഴ്സിലേക്ക് പോകുന്നവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് നിങ്ങളുടെ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും വളരെ മനോഹരമായി, സന്തോഷമായി, പീസ്ഫുള്ളായി, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ നിങ്ങളെല്ലാം ദൈവം സഹായിക്കട്ടെ.